പിന്നെ ഒരു ഞെട്ടൽ സ്വാഭാവികമാണ്. എന്നാൽ മെനിഞ്ഞാന്ന് വന്നിരുന്ന CPM വേണ്ടി കടുത്ത ഭാഷയിൽ എന്നോട് തർക്കിച്ച ഒരാൾ മറ്റന്നാൾ വന്നിരുന്ന ആ ആശയം ധ്രുവീകരിച്ച ആശയമാണെന്നും BJP ആണ് ദ ബെറ്റർ എന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായ ഒരു മനുഷ്യൻ എന്ന ഒരു അമ്പരപ്പുണ്ടാവില്ലേ? ഒറ്റ താങ്കൾ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഒരു സെക്കൻഡ്. ആശയപരമായ രീതിയിൽ കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം. പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ളൊരു വൃദ്ധസദനമായിട്ട് മാറും. ഈ പറയുന്ന വർഗീയ വിഭജനത്തിലുള്ള വാക്കുകൾ പറയുന്നു എന്ന് പറഞ്ഞ് താങ്കൾ പോകുന്ന ക്യാമ്പയിനാണ് BJP. ഒരു സെക്കൻഡ്. താങ്കൾ പറഞ്ഞാണ് തേജോവധം ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ്? എനിക്ക് യോജിപ്പില്ലെന്ന് പറയാം. അല്ലാണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയല്ല വാക്ക്. നിങ്ങൾ ആ ബൈറ്റിനോട് ഇപ്പം കേട്ടില്ലേ? രാഷ്ട്രീയ യുദ്ധം എന്ന ദ്രവിച്ച ആശയങ്ങളോടല്ല എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതല്ല ഇനി വേണ്ടത്. ഇനി പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്ത് കേരളത്തിനെ ലോകത്തിനൊപ്പം എത്തിക്കുന്നതിൽ രാജ്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ 4ാം ശക്തിയെ വളർത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ഒരാഴ്ച മുമ്പൊക്കെ താങ്കൾ പറഞ്ഞ കടുത്ത BJP വിമർശനം, BJP കടുത്ത വർഗീയവാദികൾ നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത് പാർട്ടിയാണ്, അത് പറയുന്ന വർഗീയ നാടിനെ കുട്ടിച്ചോറാക്കലാണ് എന്ന് പറഞ്ഞ് ഒരു മാസം മുമ്പൊക്കെ താങ്കൾ പറഞ്ഞ വാക്ക് കേൾപ്പിച്ചു തരണോ? ഞാൻ ഒറ്റ മാസം മുമ്പ് BJPയുടെ കൊടിയ വിമർശകൻ, കൊടിയ വർഗീയവാദം അവരെ വിളിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് മെനിഞ്ഞാന്നത് പറഞ്ഞ ആൾ ഇന്നലെ വന്നിരുന്നു BJP ആണ് ഒരു വർഗീയതയും പറയാത്ത പാർട്ടി, CPM മൊത്തം വർഗീയത പറയുന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ദഹിക്കൂ. പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ് എന്നൊക്കെ പറഞ്ഞ് ദഹിക്കൂ. ഇതെന്തോ ഇത്? അല്ലെന്ന് നിങ്ങൾ കേൾക്കൂ. കേരളത്തിലെ ജനങ്ങൾ ദഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗം തന്നെ നിങ്ങൾ ദഹിക്കുകയെന്ന് പറയുന്ന ഇതിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് യാതൊരു സംശയമില്ല കാര്യം. എന്റെ സാറേ ഇതൊക്കെ വെറും തോന്നലല്ലേ? ഞാൻ മാറാം. ഞാൻ BJPയിലേക്ക് നൂറുകണക്കിനായ ആളുകളെ ഞാൻ പറയുന്നതല്ല. അങ്ങേക്ക് ഇപ്പോ കഴിഞ്ഞ മാസം വരെ BJP കൊടിയ വർഗീയവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞ് താങ്കൾക്ക് മെനിഞ്ഞാന്നും പറഞ്ഞ താങ്കൾക്ക് ഇന്നലെ കൊണ്ട് ഇത് മൊത്തം ദഹിച്ച് പെട്ടെന്ന് BJP എന്താണ് വളരെ ഒരു പുണ്യാത്മാക്കളുടെ പാർട്ടി എന്ന് തോന്നുന്നു. അങ്ങേക്ക് ദഹിച്ചതാണ് എനിക്ക് അത്ഭുതം. കാര്യം താങ്കൾ വന്നിരുന്ന് പറഞ്ഞതിന് കയ്യും കണക്കുണ്ടോ BJPക്കെതിരെ? റജി ലൂക്കോസ് ഇല്ലില്ല. അത് ഹാഷ്മി ക്രിയേറ്റ് ചെയ്യുന്ന നരേഷനാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾക്ക് അറിയില്ല. അതിൻ്റെയൊക്കെ ഇന്ത്യയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ മറ്റു രാഷ്ട്രീയ കക്ഷികളോ നിലനിൽക്കുമ്പോൾ ഒരാൾക്ക് തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ മാറ്റി അത് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ചിന്താഗതി മാറ്റുന്നതിൽ എന്ത് അപകടമെന്ന് നിങ്ങൾ പറയുന്നത്? ഒരു അപകടമില്ല. ചോദ്യം കേട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഇല്ലേ, ഒരു അപകടം. 24 മണിക്കൂർ മുമ്പ് ഈ പറയുന്ന മാറാട് പോലെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ പുറത്തേക്കിട്ട AK ബാലനെ താങ്കൾ ന്യായീകരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് CPM പറയുന്ന വർഗീയതയാണ്, BJP ആണ് നല്ലതെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഇത് മനസ്സിലാകുന്നത്? നമുക്ക് പോവാം. അങ്ങനെ ആദ്യം കഴിഞ്ഞു.